ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെയ്യാറച്ചയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഒരു ഹെയർ ടോണിക്കാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇതിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും നര മാറാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്നത്തെ നമ്മുടെ ഹെയർ ടോണിക്കിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇത് നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളമാണ്, പഴങ്കഞ്ഞി വെള്ളം. അത് നല്ല കട്ടിക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് കേട്ടോ. രാവിലെ എനിക്ക് നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കട്ടിക്ക് കിട്ടിയാലും ഇതുപോലെ വെള്ളം പോലെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഭംഗിക്ക് നല്ല കട്ടിയാവുമെന്ന് വിചാരിച്ചു, പക്ഷെ കട്ടി ആയിട്ടില്ലായിരുന്നു കേട്ടോ. അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 സ്പൂണ് പൊടിച്ച ഉലുവയാണ് കേട്ടോ. പൊടിച്ച ഉലുവ തന്നെ എടുക്കണം. ഇതിൽ മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എഫക്റ്റ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് പൊടിച്ച ഉലുവ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അടുത്തെടുത്തിട്ടുള്ളത് കുറച്ച് തുളസി ഇലയാണ് കേട്ടോ. അതിൻ്റെ തണ്ട് പൂവൊക്കെ ഉൾപ്പെടെയാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് ഞവര ഇലയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ഫ്രഷ് കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തുളസി ഇലയും ഞവര ഇലയും കറിവേപ്പിലയെല്ലാം നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് പഴങ്കഞ്ഞി വെള്ളം ഉപയോഗിച്ച് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. എടുത്ത് വച്ചിരുന്നതിന് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പഴങ്കഞ്ഞി വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാവേ. ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കണക്കിനാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ ഇലയൊക്കെ നല്ല അരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടുള്ളത് കൊണ്ട് ഇത്രയും നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 സ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു 2-2.5 മണിക്കൂർ, കുറഞ്ഞത് 2.5 മണിക്കൂർ കേട്ടോ. എത്ര നേരം വേണമെങ്കിലും നമുക്കിത് ഇതുപോലെ കുറച്ച് നേരം വച്ചിരുന്നതിന് ശേഷം ഞാൻ എന്തായാലും ഒരു 2-2.5 മണിക്കൂർ എന്തായാലും വച്ചിരിക്കും കേട്ടോ. ഇന്ന് ഇലക്ഷൻ അല്ലേ, അപ്പോഴും ഓട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് മുടി കഴുകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 2.5 മണിക്കൂറിന് മുകളിൽ എന്തായാലും എടുക്കും. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് ഒരു 10:30ക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പോകുന്നത്. അതിന് കണക്കാക്കി ഞാൻ ഇത് മിക്സ് ചെയ്ത് വയ്ക്കുന്നതാണ്. കുറഞ്ഞത് 2.5 മണിക്കൂറെങ്കിലും വച്ചേക്കണം. നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും വച്ചേക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചേക്കാം കേട്ടോ. നമ്മൾ എടുക്കുമ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 3 മണിക്കൂറായിട്ടുണ്ടേ. നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അരിച്ചെടുക്കാം. ഇതുപോലെ അരിപ്പയിലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അരിച്ചെടുത്തിട്ട് ഇനി നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ടോണിക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളയണം. അതുപോലെ തന്നെ കെട്ടെല്ലാം കളഞ്ഞ് ഒരു ഹെയർ ഓയിൽ, നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്കാൽപ്പ് ഇതുപോലെ പല്ലകലമുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ചീകാൻ വേണ്ടിയിട്ട് മറക്കരുത്. അങ്ങനെ ചീക്കി കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മുടെ മുടിയുടെ ഗ്രോത്ത് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് പറയുന്നത് കേട്ടോ. മുടി ഇഴകളിൽ ചീകണമെന്നില്ല. നമുക്ക് സ്കാൽപ്പ് മാത്രം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കോതി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴും അതുപോലെ തന്നെ ഉറങ്ങാനായിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ടും ഇതുപോലെ ഒന്ന് ചീകി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചീകിയില്ല എങ്കിലും നമ്മുടെ കൈകൾ ഉപയോഗിച്ച് ഇതുപോലൊരു ചെറിയൊരു മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മതി കേട്ടോ. അധികമൊന്നും വാരി തേക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഹെയർ ടോണിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടി അഴിച്ചിട്ട് ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. ജലദോഷമുള്ളവരാണെങ്കിൽ ആദ്യം നമുക്ക് ഇവിടെ ഉച്ചിയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സൈഡിലും മുടിയിഴകളിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഉച്ചിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമുക്കിത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും മുടി നല്ലപോലെ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഹെയർ പാക്കായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ അരച്ചെടുത്തല്ലേ, അത് അരിച്ചെടുക്കാതെ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ ഉലുവ ഇതിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് കൊണ്ട് നമ്മൾ അരിക്കേണ്ടതായിട്ട് വരും. അല്ല എങ്കിൽ നമ്മൾ ഉലുവ മുടിയിലും നമ്മുടെ സ്കാൽപ്പിലൊക്കെ തങ്ങി നിന്നിട്ട് അത് പിന്നെ മുടി കൊഴിച്ചിലിന് കാരണമാവും. നമ്മുടെ ഉലുവ ഇതുപോലെ മുടിയിൽ തങ്ങി നിന്നിട്ട് മുടിയിലെ വളർച്ചയെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യും കേട്ടോ. അപ്പോൾ മുടി കൊഴിയാൻ വേണ്ടിയിട്ട് കാരണമാവും. അതുകൊണ്ട് നമ്മൾ ഉലുവ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്ത കറിവേപ്പും ഞവരയിലെല്ലാം നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും താരം മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ നര തടയാൻ വേണ്ടിയിട്ട്, അതായത് നര വന്നതിന് ശേഷം നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നര വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിനൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ നവരയിലയും അതുപോലെ തന്നെ കറിവേപ്പും. എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേച്ചിയുടെ എല്ലാ ഹെയർ പാക്കിലും ഹെയർ ടോണിക്കിലും എല്ലാം ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ ഞവരയിലയെന്ന്. ഞവരയില നമ്മുടെ ജലദോഷം മാറാനും അതുപോലെ തന്നെ നമ്മുടെ നര തടയാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ആ കൊച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞങ്ങളുടെ നാട്ടിലത് ജലദോഷം മാറാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കൊടുക്കുന്ന മരുന്നാണെന്നേ. ഞങ്ങളിവിടെ അങ്ങനെയാണ്. അതിൻ്റെ ഇല വാട്ടിയിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് അതിൽ 1-2 തുള്ളി തേന് ചേർത്തതിന് ശേഷം കുഞ്ഞു പിള്ളേർക്ക് കഫം മാറാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനും അത് നല്ല ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുടിക്കുന്നതല്ല, ഇതുപോലെ ഹെയർ ടോണിക്കിലും ഹെയർ പാക്കിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മസാജും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുടി ഇഴകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം കേട്ടോ. ഇത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. ഇത് നമ്മൾ ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ ഒരിക്കലെന്നാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ ദിവസം നമ്മൾ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുള്ളൂ കേട്ടോ. എനിക്ക് തണുപ്പ് പെട്ടെന്ന് പ്രശ്നമാവുന്ന ഒരു ഐറ്റമാണ് തണുപ്പ് പറ്റത്തില്ല. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയാം കേട്ടോ. ഷാമ്പൂസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകി കളയാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് എനേബിൾ ചെയ്തേക്കുക. വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.